ഹായ് ഓൾ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ 9 ആണ്. 9 ഗോൾഡ് മെഡൽസ്. ഇതൊരു പോയമാണ്, ഇതൊരു കവിതയാണ്. 9 ഗോൾഡ് മെഡൽസ് എന്നാണ് ഈ കവിതയുടെ പേര്. അപ്പോൾ എന്താണ് 9 ഗോൾഡ് മെഡൽസ് എന്ന് പറയുന്നത്? 9 സ്വർണ്ണ മെഡലുകൾ എന്ന കവിതയുടെ പ്രമേയം എന്താണ്? സ്പോർട്സ് അവാർഡുകൾ നേടുന്നത് മാത്രമല്ല, പങ്കാളിത്തം, പങ്കിടൽ, അതുപോലെ തർക്കം, അനുബന്ധം എന്നിവയുടെ നേട്ടങ്ങൾ പഠിക്കുക എന്നതാണ് ഇതിൻ്റെ ഒരു പ്രമേയം എന്ന് പറയുന്നത്. സോ അനുകമ്പയുടെ സാധ്യതയും മത്സരത്തിൻ്റെ ആത്മാവ് പോലെ തന്നെ മാനുഷിക ഗുണങ്ങളും എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു എന്നാണ് എഴുത്തുകാർ ഇതിലൂടെ അവതരിപ്പിക്കുന്നത്. അതായത് നമുക്ക് ജയം മാത്രമല്ല, അവിടെ മാനുഷികമായിട്ടുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് അല്ലേ? നമുക്ക് സ്നേഹം, അനുകമ്പ, ജയിക്കുക എന്ന് മാത്രമല്ല, കാശുണ്ടാക്കുക എന്നൊരു മാത്രമല്ല, അവിടെയുള്ള മാനുഷിക വികാരങ്ങൾക്ക് കൂടി പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു കവിതയാണ് ഈ 9 ഗോൾഡ് മെഡൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. 9 gold medals. അപ്പോൾ നോക്കാം. The athletes had come from all over the country to run for the gold, for the silver and bronze. Many weeks and months of training all coming down to these games. അപ്പോൾ എന്താണ്? സ്വർണത്തിനും വെള്ളിക്കും വെങ്കലത്തിനും വേണ്ടിയുള്ള ഓട്ടത്തിനായിട്ട് രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നും കായിക താരങ്ങൾ എത്തിയിരുന്നു. സോ അനേകം ആഴ്ചയും മാസവും നീണ്ട ഒരു പരിശീലനമാണ് ഈ ഗെയിമുകളിലേക്ക് അവർ ഇറക്കുന്നത് അല്ലെ? ഒരുപാട് നാളത്തെ പരിശ്രമത്തിനൊടുവിലാണ് ഈ ഗെയിമിലേക്ക് അവർ വരുന്നത്. ദ സ്പെക്ടാക്ടേഴ്സ് gathered around the old field to cheer on all the young women and men. The final event of day was approaching. Excitement grew high to begin. അപ്പോൾ എന്താണ്? എല്ലാ യുവാക്കളെയും ആഹ്ലാദിപ്പിക്കാനായിട്ട് പഴയ മൈതാനത്തിന് ചുറ്റും കാണികൾ ഒത്തുകൂടി അല്ലേ? സോ അന്നത്തെ അവസാന പരിപാടി അടുത്തു വരികയായിരുന്നു. Then എന്താണ്? The blocks were all lined up for those who would use them, the 100-yard dash and the race to be run. These were 9 resolved athletes in back of the starting line, poised for the sound of gun. ഇപ്പോൾ എന്താണ്? ബ്ലോക്കുകളെല്ലാം അവ ഉപയോഗിക്കുന്നവർക്കായിട്ട് നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. 100 യാർഡ് ഡാഷും ഓടാനുള്ള ഓട്ടവും തോക്കിൻ്റെ ശബ്ദത്തിന് തയ്യാറായിട്ട് സ്റ്റാർട്ടിംഗ് ലൈനിൽ പിന്നിൽ നിരന്ന് നിൽക്കുന്ന 9 അത്ലറ്റുകളായിരുന്നു അവരെന്നാണ് പറയുന്നത്. സോ ഇനി എന്താണ്? ദ സിഗ്നൽസ് വാസ് ഗിവൺ, ദ പിസ്റ്റൽ എക്സ്പ്ലോഡഡ് ആൻഡ് so did the runners all charging ahead, but the smallest among them, he stumbled and staggered and fell to the asphalt instead. അപ്പോൾ എന്താണ്? സിഗ്നൽ നൽകി പിസ്റ്റൽ പൊട്ടിത്തെറിച്ചു അല്ലേ? തോക്കിന് ജസ്റ്റ് ഒരു വെടി മുഴക്കി. അതുപോലെ തന്നെ ഓട്ടക്കാരെല്ലാവരും മുന്നോട്ട് ചാർജ് ചെയ്തു അല്ലേ? മുന്നോട്ടേക്ക് ഓടി. സോ എന്നാൽ അവരിൽ ഏറ്റവും ചെറിയവൻ അവൻ ഇടറി പതറി, പകരം അവരവിടെ വീണു എന്നാണ് പറയുന്നത്. അസ്ഫാൾട്ടിൽ വീണു എന്നാണ് പറയുന്നത്. അതായത് അവിടെ വീണു, ഓടിക്കൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. അതിൽ ഏറ്റവും ചെറിയ ഒരാൾ. Then he gave out a cry in frustration and anguish. His dreams and his effort all dashed in the dirt. But as sure as I am standing here telling this story, the same goes for what next occurred. അപ്പോൾ നിരാശയിലും വേദനയിലും അവൻ നിലവിളിച്ചു. സോ അവൻ്റെ സ്വപ്നവും പ്രയത്നങ്ങളും എല്ലാം അഴുക്ക് ചല്ലൊലിച്ചു പോയി അല്ലേ? എന്താണ് അസ്ഫാൾട്ട് എന്ന് വെച്ചാൽ? ജസ്റ്റ് ഒരു അഴുക്കേറിയ ഒരു റോഡ്. സോ ആ ഒരു പോയ വഴിയിൽ ആ അഴുക്കിൽ വീണു എന്നാണ് പറയുന്നത്. സോ അതിൽ ഒലിച്ചു പോയി അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളൊക്കെ. പക്ഷേ ഞാനിവിടെ നിൽക്കുമ്പോൾ ഈ കഥ പറയുന്നത് പോലെ അടുത്തതായി സംഭവിച്ചതിന് സമാനമാണ് അല്ലേ? എന്താണ്? ഞാനിവിടെ നിൽക്കുന്ന സമയത്ത് അടുത്തതായി സംഭവിച്ചത് ഒരു കഥ പറയുന്നത് പോലെയാണെന്നാണ് പറയുന്നത്. Then the 8 other runners pulled up on their heels, and the one who had trained for so long to combat one by one, then all turned around and went back to help him and brought the young boy on his feet. എന്താണ്? മറ്റ് 7 ഓട്ടക്കാർ തങ്ങളുടെ കുതിക്കാല് വലിച്ചെറിഞ്ഞു. മത്സരിക്കാൻ ഇത്രയും കാലം പരിശീലിച്ചവരെ ഓരോരുത്തരായി തിരിഞ്ഞ് അവനെ സഹായിക്കാൻ തിരികെ പോയി. കുട്ടിയെ അവൻ്റെ കാൽക്കൽ കൊണ്ടുവന്നു അല്ലേ? എന്താണ്? ഇവർ ഈ 8 പേരും തിരിച്ച് ആ കുട്ടിയുടെ അടുത്തേക്ക് ചെന്നു എന്നാണ് പറയുന്നത് സഹായിക്കാൻ. Then all the 9 runners joined hand and continued the 100-yard dash, now ready to walk, and banners above that said Special Olympics could not have been more on the mark. എന്നിട്ട് എന്താണ്? അപ്പോൾ 9 ഓട്ടക്കാരും കൈകോർത്ത് തുടർന്നു. 100 യാർഡ് ഡാഷ് ഇപ്പോൾ ഒരു നടത്തത്തിലേക്ക് ചുരുങ്ങി. അതിന് മുകളിലുള്ള ഒരു ബാനർ, അതായത് ഒരു ഒളിമ്പിക്സിനുള്ള ഒരു ബാനറാണ് എന്നെഴുതിയ ഒളിമ്പിക്സ്, സ്പെഷ്യൽ ഒളിമ്പിക്സ് എന്ന് എഴുതിയ ഒരു ബാനർ ഉണ്ടായിരുന്നു. അത് കൂടുതൽ അടയാളപ്പെടുത്താനായിട്ട് ഒന്നും കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. സോ
That's how the race ended with 9 gold medal. They came to finish line holding hands still and standing ovation, and 9 become faces said more than these words ever will. അങ്ങനെയാണ് ഓട്ടം അവസാനിപ്പിച്ചത്. 9 സ്വർണ്ണ മെഡലുകളോടെ അവർ ഫിനിഷിംഗ് ലൈനിലെത്തി. നിശ്ചലമായ കൈകളിൽ പിടിച്ചൊരു നിലവിളിയും 9 തിളങ്ങുന്ന മുഖങ്ങൾ ഈ വാക്കുകളേക്കാൾ കൂടുതൽ പറഞ്ഞു. അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്തായിരുന്നു? 9 പേരായിരുന്നു ഗോൾഡ് മെഡലിന് വേണ്ടി മത്സരിച്ചത്. പക്ഷെ ഒരു കുട്ടി അതിൽ വീണു. ചെളിയിൽ വീണ സമയത്ത് അല്ലെങ്കിൽ താഴെ വീണ സമയത്ത് ബാക്കിയുള്ള 8 പേരും കൂടെ വന്നിട്ട് അതിനെടുത്തിട്ടായിരുന്നു തുടർന്നത്. അപ്പോൾ 9 പേര് ഫിനിഷിലെങ്കിലും ഒപ്പം എത്തി 9 ഗോൾഡ് മെഡൽസാണ് അവിടെ ലഭിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, ഒരാളുടെ ദുഃഖത്തിൽ മറ്റുള്ളൊരു മാനുഷിക പരിഗണന കൊടുത്തത് മൂലം എന്ത് സംഭവിച്ചു? എല്ലാവർക്കും സന്തോഷവും അതുപോലെ തന്നെ ഒരു ഗുണവുമാണ് അവിടെ ഉണ്ടായത് അല്ലേ? അപ്പോൾ ഈ കവിതയിൽ മെയിനായിട്ട് പറയുന്നത് മാനുഷിക ഗുണം അല്ലേ, എന്നാൽ ഒരു സഹായിക്കുക എന്നൊരു ഗുണം കൂടി അവിടെ ഉണ്ടല്ലേ. അപ്പോൾ സ്പോർട്സിൽ അവാർഡ് നേടുന്നത് മാത്രമല്ല, അവിടെ ഒരു പങ്കിടൽ, തർക്കം പരിഹരിക്കൽ അല്ലെങ്കിൽ ഒരു പങ്കാളിത്തം ഒക്കെ ഒരു അനുകമ്പയൊക്കെയാണ് ഈ ഒരു കവിതയിലൂടെ നമുക്ക് മുന്നിൽ തരുന്ന ഒരു ആശയം. അപ്പോൾ എല്ലാവരും ഒത്തുചേർന്നപ്പോൾ എന്തുണ്ടായിരുന്നു? വളരെ സന്തോഷമുണ്ടായി. അതുപോലെ തന്നെ അവിടെ നല്ലൊരു പങ്കാളിത്തവും അതുപോലെ നല്ല മാനുഷിക ഗുണങ്ങൾ അവർക്ക് കിട്ടി എന്നാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത്. അപ്പോൾ ഡേവിഡ് റോത്തിൻ്റെ ഒരു പോയമാണിത്. Okay, thank you.